വാർത്തകളിലേക്ക് സ്വാഗതം. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെ വിദ്യാർത്ഥിനിയെ കാർ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയതായി പരാതി. കൊടക്കാട് KHALP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി പൈനാട്ട് നവാസിന്റെ മകൾ ഫാത്തിമ റിസ്ലയെയാണ് കാർ ഇടിച്ചു തെറിപ്പിച്ചത്. വാഹനം നിർത്താതെ പോയി. കാലിന് പരിക്കേറ്റ റിസ്ലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം ജില്ലയിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന 2 ലക്ഷം കടകൾ പ്രവർത്തിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെയെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഓപ്പറേഷൻ ഫോസ്കോസ് ലൈസൻസ് ഡ്രൈവ് 2024 എന്ന പേരിൽ ഈ മാസം 5 മുതൽ 8 വരെ ജില്ലയിൽ പരിശോധന ആരംഭിക്കുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ D. സുജിത് പെരേര അറിയിച്ചു. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ ബസ്സുകൾ നടത്തിയ കാരുണ്യയാത്രയിൽ 81.5 ലക്ഷത്തിലധികം രൂപ സമാഹരിച്ച് ഒത്തൊരുമയുടെ റെക്കോർഡ് തീർത്തിരിക്കുകയാണ് ബസ് ജീവനക്കാർ. അപ്രതീക്ഷിത അപകടത്തിൽ വിട പറഞ്ഞ തങ്ങളുടെ സഹപ്രവർത്തകൻ ആനക്കയം സ്വദേശി തറമണ്ണിൽ ജംഷീറിന്റെ മക്കൾക്ക് വീടെന്ന ലക്ഷ്യത്തിനായാണ് ബസ് ജീവനക്കാരും ഉടമകളും ഒന്നിച്ചത്. വിൽപ്പനക്കായി എത്തിച്ച 14 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. വേങ്ങര കണ്ണമംഗലം എടക്കാപ്പറമ്പ് ദേശത്ത് കുതിരാളി വീട്ടിൽ പട്ടർക്കടവൻ ഉബൈദാണ് അറസ്റ്റിലായത്. തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ പാർട്ടിയും എക്സൈസ് ഉത്തരമേഖലാ സ്ക്വാഡും സംയുക്തമായി കോട്ടക്കലിൽ നടത്തിയ ലഹരിവേട്ടയിലാണ് യുവാവിനെ പിടികൂടിയത്. വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് അപകടം. പട്ടാമ്പി ഭാഗത്തു നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 10 മണിയോടെയാണ് അപകടമുണ്ടായത്. ചെമ്മാട് കോഴിക്കോട് റോഡിൽ പെട്രോൾ പമ്പിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.